വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു റിവ്യൂ വീഡിയോ ആണ്. നമ്മുടെ ഡോട്ട് ആൻഡ് വൈറ്റമിൻ സി ഫേസ് വാഷിന്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതുപോലെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്, അതുപോലെ എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ പണികൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദിസ് ഈസ് മീ അഞ്ജു. വെൽക്കം ടു അവർ ഫാമിലി. ചാനലൊന്ന് കയറി നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ. വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് ജെൽ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സ്ലിം ബ്ലഡ് ഓറഞ്ച് ആൻഡ് നിയാസിനമൈഡ് ആണ് കേട്ടോ. ഇതിൽ ഇവർ പറയുന്നത് ഫൈറ്റ്സ് ഡൾനെസ് ആൻഡ് ടാൻ, ഈവൻ ടോൺ ഗ്ലോയിങ് സ്കിൻ, SLS ആൻഡ് SLES ഫ്രീ, ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. 175 ഗ്രാമിന്റെ ഒരു ട്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ 100 ml ചെറിയ ബോട്ടിലുണ്ട് കേട്ടോ. ഈ ഒരു ട്യൂബിന്റെ റേറ്റ് വരുന്നത് 375 റുപ്പീസ് ആണ്. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ഞാൻ മേടിച്ച 311 രൂപയ്ക്കാണ് കേട്ടോ. ഏകദേശം ആ ഒരു റേറ്റിൽ തന്നെ ഇപ്പൊ ആമസോണിൽ കിടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഡയറക്ഷൻ ഞാൻ വായിച്ചു തരാം കേട്ടോ. Squeeze out of a small amount of lather up and apply to wet face. Massage gently for 30 seconds. Rinse and part dry. Follow up with serum, moisturizer and sunscreen. Use twice daily for best results എന്ന് ഇതിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തരാം കേട്ടോ. ഈവനിങ് ടൈമിൽ മാത്രമേ ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ മോർണിംഗിൽ ഫേസ് വാഷേ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നതാണ്. പ്രത്യേകിച്ച് ഡേർട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഫേസിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാധാ പച്ചവെള്ളത്തിലാണ് മുഖം കഴുകുക. അതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് എൻ്റെ സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് ട്വൈസ് നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കാനായിട്ടേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ നൈറ്റ് ടൈമിലാണ് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെടുക്കും, വളരെ കുറച്ച് എടുക്കുള്ളൂ. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പതയുന്ന ഒരു ഫേസ് വാഷാണ്. ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫേസ് വാഷാണ്. അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തതിന് ശേഷം ഫേസ് ഒന്ന് നനച്ചതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് മസാജ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ പതയുന്ന ഒരു ഫേസ് വാഷാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് എൻ്റെ ഫേസ് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ ഡേർട്ടിന്റെ കാര്യത്തിന് എല്ലാം എടുത്ത് പുറത്ത് കളയുന്നുണ്ട്. 100% ഷുവറാണ്. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാനൊക്കെ മാറ്റി തരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഫേസ് വാഷ് വാങ്ങിയത് നല്ല സമ്മർ ടൈമിലാണ് കേട്ടോ. നല്ല വേനൽക്കാലത്താണ്. ഞാൻ യൂഷ്വലി ഹിമാലയയുടെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർന്നതിന് ശേഷം ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 2-3 ഡേയ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു പടി കിട്ടിയതുപോലെ ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഫേസിൽ ചെറിയ ചെറിയ തരി എന്നുള്ള കുരുക്കൾ വരാൻ തുടങ്ങി കേട്ടോ. ആദ്യം ഫേസിൽ മാത്രമായിരുന്നു വന്നത്. ഈ നെറ്റിന്റെ അവിടെയും പിന്നെ ഈ ചീക്സിന്റെ ഭാഗത്ത് വന്നു. പിന്നെ താടിയുടെ അവിടെയായി, പിന്നെ കഴുത്തിന്റെ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങി. അപ്പൊ തന്നെ എനിക്ക് ഡൗട്ടായി ഇത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ചൂടുകുരുവിൻ്റെതായിരിക്കാം എന്ന് വിചാരിച്ചു. കാരണം നല്ല സമ്മർ ടൈമിൽ എനിക്ക് ഇതുവരെ ഫേസിൽ എനിക്ക് ചൂട് പൊന്തിയിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിലും കാലിലും ഒക്കെ പൊന്താറുണ്ട് കേട്ടോ ചൂട്. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ പൊന്താൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായത് ചൂടുകുരു തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഫേസിൽ ഇതുവരെ പൊന്തിയിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നു. ഈ ഫേസ് വാഷിനെ തന്നെയായിരുന്നു ഞാൻ സംശയിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു കുട്ടി ഒരു കമന്റ് ഇട്ടിരുന്നു. ഈ ഫേസ് വാഷിന്റെ റിവ്യൂ ചെയ്യാമോ എന്ന് വെച്ചിട്ട് ഏതൊരു കുട്ടി കമന്റ് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ കമന്റിന്റെ താഴെ വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫേസ് വാഷ് എല്ലാവർക്കും പറ്റില്ല. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണെന്ന് തോന്നുന്നു ആ കുട്ടി പറഞ്ഞത് കേട്ടോ. ഞാൻ ആ ഒരു കമന്റിന്റെ താഴെ റിപ്ലൈ കൊടുത്തിരുന്നു. ഇനി അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുരു വന്നത്, എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് കാലാവസ്ഥയുടേതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല അല്ലേ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണല്ലേ. എന്തായാലും യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തു. ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നിർത്തി. കാരണം അറിയണമല്ലോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടാണോ വരുന്നതെന്നുള്ളത്. ഞാനിത് നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കൂടി കൂടി വരികയായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഇതിൻ്റെ അലർജിയും കൊണ്ടായിരിക്കാം. അലർജി ആയതുകൊണ്ടായിരിക്കാം കുറച്ച് നാൾ കഴിയായിരിക്കും മാറാൻ എന്നെല്ലാം വിചാരിച്ചു. എന്നിട്ടൊന്നും മാറില്ല കേട്ടോ. അതെല്ലാം കഴിയുമ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ വന്ന് ആ ഒരു ചൂട് കുരു മുഴുവനായിട്ടും താഴ്ന്നു പോയത് കേട്ടോ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല മഴക്കാലമായപ്പോൾ ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു 3 വീക്സ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴ മാറിയല്ലോ. ചൂടിൻ്റെ ഇതാണെങ്കിൽ ഇനി പൊന്തില്ല. അല്ല ഇതിൻ്റെ അലർജി ആണെങ്കിൽ എന്തായാലും അത് ഇനി വീണ്ടും വരുന്ന എനിക്കറിയാം. നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അങ്ങനെ റിവ്യൂ ഇടാൻ പാടില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 വീക്സ് ആയിട്ട് ഞാനിത് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു ചെറിയ തരി കുരു പോലും എനിക്ക് പൊന്തി വന്നിട്ടില്ല ഗൈസ്.
അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് അല്ല എനിക്ക് കുരു വന്നത്, എനിക്ക് ചൂടിൻ്റെതായ കുരു തന്നെയായിരുന്നു. അതെനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ 3 വീക്സ് ആയിട്ട് ഞാൻ ഡെയിലി നൈറ്റ് ഇത് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് വാഷ് ആണ് ഗൈസ്. കാരണം നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഫേസ് ഇത് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യും ഫേസ് ഒന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ടല്ലോ എന്ന്. അത് മാത്രമല്ല റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ബ്രൈറ്റ്നസ് മെല്ലെ മെല്ലെ നമ്മുടെ സ്കിന്നിലേക്ക് നിലനിന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്നതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരുണ്ടല്ലോ അവർക്ക് മേ ബി ഇത് പറ്റാനുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങി ക്ലീൻ ചെയ്യുന്നുണ്ട് ഫേസ്. എന്ന് കരുതി ഫേസ് ഡ്രൈ ആക്കുന്നൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ചിലപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഡ്രൈ ആക്കുന്ന പോലെ വരും എന്ന് എനിക്ക് തോന്നുന്നു. ജെൽ ഫേസ് വാഷ് ആണ്, ഓവർ ഓയിൽ ഡ്രിപ്പിംഗ് ഒന്നും അല്ല. എങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചെറിയ ട്യൂബ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ പാക്കറ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഫേസിന് ഇത് സ്യൂട്ട് ആയിട്ടില്ലെങ്കിൽ പണി കിട്ടരുതല്ലോ, നമ്മളുടെ പൈസ പോകരുതല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ ഓയിലി സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. എൻ്റെത് നോർമൽ സ്കിൻ ടൈപ്പാണ്. സമ്മർ സീസൺ ആവാൻ നേരത്തേനും കുറച്ച് ഓയിലി ആവും, വിന്റർ സീസണിലേക്ക് കുറച്ച് ഡ്രൈ ആവും, അങ്ങനത്തെ ആ ഒരു ടൈപ്പാണ് കേട്ടോ. ബാക്കി എല്ലാ ടൈമിലും നോർമൽ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്കിൻ ടൈപ്പ് തന്നെയാണ് എൻ്റെത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. എക്സ്ട്രീം ഡ്രൈ ആയിട്ട്, അതായത് എക്സിമ പോലത്തെ അങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഡ്രൈ സ്കിൻകാർ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അങ്ങനെയുള്ളവർ നിങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്തിനാണ് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ സ്മെൽ വൈസ് പറയുകയാണെങ്കിൽ ഗൈസ് ഇത് ശരിക്കും ഒരു സിട്രസി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അതായത് ഒരു നല്ല ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ലെമണി അങ്ങനെ ഒരു ഫ്രാഗ്രൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിങ്ങനെ ഒറ്റ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. പക്ഷെ നമ്മളിത് വാഷ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ശരിക്കും തോന്നി എന്താണെന്നറിയാം, നമ്മുടെ ഈ പോളോ ഉണ്ടല്ലോ, ആ വട്ടത്തിലുള്ള ഗ്യാസ് മുട്ടായി എന്നൊക്കെ പറയുന്നത്, ആ പോളോ വായിലേക്ക് എടുത്തിട്ടിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലും ആ ഒരു ഫീൽ സ്കിന്നിന് കിട്ടും. ഭയങ്കര കൂളിംഗ് ആണ് ഗൈസ്, ഭയങ്കര കൂളിംഗ് സെൻസേഷൻ ആണ് ഇതിന്. നല്ല ഒരു കൂളിംഗ് സെൻസേഷൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നല്ല ചൂടൊക്കെ ആയിട്ട് പുകഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഫേസ് വാഷ് ചെയ്യുന്നെങ്കിൽ ഒരു പ്രത്യേക സുഖം കിട്ടിയിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ. അത് മാത്രമല്ല, എനിക്കിത് അങ്ങനെ വാഷ് ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് നക്കി നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. കാരണം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നില്ല ഒന്ന് കടിക്കാൻ. ആ ഒരു പോളോ കഴിക്കുന്ന ആ ഒരു ഫീല് ഇതിട്ട് വാഷ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ആ ഒരു ഫീല് കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ബെൻസിൽ ആൽക്കഹോളും ഫ്രാഗ്രൻസും അടങ്ങിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രാഗ്രൻസും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൽക്കഹോളും ആണെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും അങ്ങനെയുള്ളത് ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് പറ്റില്ല. പക്ഷെ യൂസ് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷ് തന്നെയാണ്. പിന്നെ ഇതിന്റെ പാക്കിംഗ് ഒക്കെ കണ്ടില്ല, ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 175 ml പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ചെറിയ ട്യൂബ് എനിക്ക് തോന്നുന്നു 100 മില്ലിക്ക് 245 250 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് ലാഭം. കാരണം 175 ml 311 രൂപയ്ക്ക് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയല്ലേ ലാഭം. അപ്പൊ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വലിയ ട്യൂബ് തന്നെ മേടിച്ചാൽ മതി. ട്രൈ ചെയ്ത് നോക്കാനല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ വലിയ ട്യൂബ് മേടിക്കുക. ആദ്യം കുഞ്ഞു ട്യൂബോ അല്ലെങ്കിൽ സാമ്പിൾ പാക്കറ്റ് മേടിക്കാം. ഇവരുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ ഇതിന്റെ സാമ്പിൾ പാക്കറ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 100 ml ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് യൂസ് ചെയ്താൽ മതി. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഫേസ് വാഷ് തന്നെയാണ് ഗൈസ്. ഫേസ് ബ്രൈറ്റൻ ആക്കാനും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും ഇൻസ്റ്റന്റ് ആയിട്ട് ടാൻ റിമൂവ് ചെയ്യാനും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് കരിഞ്ഞ് വരികയാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 60% ടാനും നമുക്ക് ഇതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ വഴി നമുക്ക് ആ ടാന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം അത്രയും നന്നായിട്ട് ഇത് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് നിങ്ങളോട് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ടാനൊക്കെ മാറണം, അങ്ങനെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവണം, ഒന്ന് ഈവൻ ആവണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വേണം, അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ നോക്കുക. ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. കാരണം ഡെയിലി വൺസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള, ഇവർ പറയുന്ന പോലെ ട്വൈസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ആ സമയത്ത് നിങ്ങളുടെ സ്കിന്നിലെ ഡോട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വൈസ് യൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഡെയിലി വൺസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ, എനിക്ക് ഇപ്പോൾ 3 weeks ആയിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ട് പോലും ഇതിനകത്ത് ഇത്രത്തോളം പ്രൊഡക്റ്റും തന്നെയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും. നമ്മളിങ്ങനെ വാരി വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി, നന്നായിട്ട് പതയും, നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോണർ യൂസ് ചെയ്തിട്ട് സിറമോ മോയ്സ്ചറൈസറോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. രാവിലെ എണീക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ട് തന്നെ ഫേസ് ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളി പ്രോഡക്റ്റ് ആണ്. എൻ്റെ പേഴ്സണൽ റിവ്യൂ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുപോലെ 1-2 പേര് എന്നോട് ഇതിൻ്റെ റിവ്യൂ ചോദിച്ചിരുന്നു, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഷെയർ ചെയ്ത്. ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരാളെങ്കിലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് കേട്ടിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 10 on 10 പോയിന്റ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ അവർ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.